പൊതുവെ ഒരു ചൊല്ലുണ്ട്, മലയാളിക്ക് റോഡ് നിയമങ്ങൾ പാലിച്ച് വാഹനമോടിക്കാൻ അറിയില്ല എന്ന്. റോഡ് സുരക്ഷാ നിയമങ്ങൾ കാൽനടക്കാർക്ക് കൂടി വേണ്ടിയുള്ളതാണ് എന്ന് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒട്ടനവധി ഡ്രൈവർമാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് റോഡുകളിലെ സീബ്ര ക്രോസിംഗ്. കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ച് മറുവശം കടക്കുന്നതിനാണ് സീബ്ര ക്രോസിംഗുകൾ റോഡിൽ വരച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. പലർക്കും കാൽനട യാത്രക്കാർക്കായി സീബ്ര ക്രോസിൽ വാഹനം നിർത്തിക്കൊടുക്കാൻ മടിയാണ്. അത്തരക്കാർക്ക് മുട്ടൻ പണിയാണ് ഇനി വരാൻ പോകുന്നത്. കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ തന്നെ നടത്തിയിട്ടുണ്ട്. കാൽനടക്കാരുടെ സുരക്ഷ ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം. കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സീബ്ര ക്രോസിലൂടെ ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയം വാഹനം നിർത്തിക്കൊടുക്കാത്തവർ, സീബ്ര ക്രോസ് മറച്ച് അതിനു മുകളിൽ വാഹനം നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്നവർ, അങ്ങനെയുള്ള ഡ്രൈവർമാരെ തേടി ലൈസൻസ് റദ്ദാക്കൽ, പിഴ അടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സിഗ്നലിലും മറ്റും വാഹനം നിർത്തുമ്പോൾ പലരും സീബ്ര ക്രോസ് ലൈനുകൾ മറച്ച് അതിനു മുകളിൽ വാഹനം നിർത്തുന്നത് കാണാറുണ്ട്. ഇത് നിയമലംഘനമാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. മേലിൽ ഇത്തരത്തിൽ സീബ്ര ക്രോസിൽ വാഹനം നിർത്തുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുകയും 2000 രൂപ പിഴ ഈടാക്കാവുന്ന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഹർജികൾ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർണായകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടപെടൽ നടത്തിയത്. റോഡും റോഡ് സുരക്ഷകളും കാൽനട യാത്രക്കാരെ കൂടി പരിഗണിച്ചാകണമെന്ന് നിർബന്ധമുണ്ട്. സീബ്ര ക്രോസിംഗിൽ കാൽനട യാത്രക്കാർക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് എന്ന് കോടതി നിർദ്ദേശിക്കുന്നു. ഇക്കാര്യത്തിൽ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നടത്താൻ തയ്യാറാകണം. ഇക്കാര്യം ഡ്രൈവിംഗ് ടെസ്റ്റിലും ഉൾപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു. ഒരു വാഹനത്തിനും ഇക്കാര്യത്തിൽ ഇളവ് നൽകരുത് എന്ന് പ്രത്യേകം കോടതി നിഷ്കർഷിച്ചിട്ടുണ്ട്. സമയ നിബന്ധന ഉണ്ട് എന്ന പേരിൽ അമിത വേഗത്തിൽ പാഞ്ഞ് സ്വകാര്യ ബസ്സുകൾക്ക് നിയമം ലംഘിക്കാനാകില്ല എന്ന് കോടതി പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. സീബ്ര ക്രോസിംഗിൽ മാത്രമല്ല, നടപ്പാതയിൽ കയറി വാഹനം പാർക്ക് ചെയ്യുന്നവർക്കെതിരെയും കർശന നടപടിയെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഡ്രൈവർമാരുടെ അശ്രദ്ധ കാൽനട യാത്രക്കാരുടെ ജീവൻ എടുക്കുന്നത് അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസത്തെയും പത്രവാർത്തയിൽ സമാനമായ ഒരു വാർത്തയെങ്കിലും ഇത്തരത്തിൽ കാണും. റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ വാഹനമിടിച്ചു മരിച്ചവർ, സീബ്ര ക്രോസിംഗിലൂടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വാഹനമിടിച്ചു മരിച്ചവർ, അങ്ങനെ കാൽനട യാത്രക്കാർ മരണപ്പെടുന്ന സാഹചര്യം ദിവസേന കൂടി വരികയാണ്. ഈ വർഷം ഒക്ടോബർ 31 വരെ മാത്രമുള്ള കണക്കെടുത്താൽ സീബ്ര ലൈൻ മറികടക്കുന്നതിനിടെ മാത്രം 218 പേർ വാഹനമിടിച്ച് മരിച്ചിട്ടുണ്ട്. അല്ലാത്ത അപകടങ്ങളിലായി ഈ വർഷം ഇതുവരെ 800-ൽ അധികം കാൽനട യാത്രക്കാർ മരിച്ചതായാണ് ഗതാഗത വകുപ്പിന്റെ കണക്ക്. അതിൽ തന്നെ ഭൂരിഭാഗവും ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ടാണ് എന്നും ഗതാഗത കമ്മീഷണർ പറയുന്നു. സീബ്ര ക്രോസിംഗുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ പെടുന്നവരിൽ പകുതിയും മുതിർന്ന പൗരന്മാരാണ് എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മാധ്യമ റിപ്പോർട്ടുകളും ഉദ്യോഗസ്ഥരുടെ കണക്കുകളും ഈ റിപ്പോർട്ടിന് അടിവരയിടുന്നുണ്ട്. ഇവയെല്ലാം പരിഗണിച്ചാണ് കാൽനട യാത്രക്കാർക്കായുള്ള റോഡ് സുരക്ഷ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഹർജിയിൽ വാദം കേൾക്കവേ ഓൺലൈനിൽ ഹാജരായിരുന്ന ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് IG കാളിരാജ് മഹേഷ് കുമാർ, ഗതാഗത കമ്മീഷണർ CH നാഗരാജു, പൊതുമരാമത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി K ബിജു എന്നിവരിൽ നിന്ന് കോടതി വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു.